അകത്താരാ? അകത്ത് ദേവി, അപ്പുറത്ത് വാലിബൻ, മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മലൈക്കോട്ടെ വാലിബനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഈയിടെയായിട്ട് വാലിബിനെ കുറിച്ച് ഹൈപ്പ് കൂടുന്നില്ലേ എന്നൊരു ഡൗട്ട്. ഇത് ശരിക്കും നേരിന്റെ സക്സസിന് ശേഷമാണ്. ലാലേട്ടൻ തിരിച്ചു വന്നു എന്നൊക്കെ കുറേ പോസ്റ്റ് കണ്ടു. അപ്പോൾ തന്നെയാണ് മലൈക്കോട്ടെ വാലിബന്റെ കുറച്ച് പോസ്റ്റേഴ്സ് ഇറങ്ങിയത്. എല്ലാം കൂടി ആയപ്പോൾ വാലിബൻ അങ്ങ് ഹൈപ്പ് കയറി. ഹൈപ്പ് കൂടുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം അല്ല കിട്ടുന്നതെങ്കിൽ നിരാശയായിരിക്കും. നമുക്ക് നോക്കാം എന്തായിരിക്കും വാലിബൻ എന്ന്. അപ്പോൾ നേരെ പോയേക്കാം. ആദ്യം തന്നെ നമുക്ക് ടിനു പോപ്പച്ചൻ പറഞ്ഞൊരു വീഡിയോ ഉണ്ടല്ലോ, അത് നോക്കാം. എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇതാണ്. ആ സിനിമ കളിക്കുന്ന ആദ്യത്തെ ഷോ ഞാൻ തിയേറ്ററിനകത്തില്ലാതെ പുറത്തുനിന്ന് കാണാന്ന് വിചാരിക്കും. പുറത്ത് നിൽക്കാന്ന് വെച്ചു. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു വിശ്വാസം കേട്ടോ, ഇത് ആൾക്കാരെ നേരെ കയറ്റോന്ന് എനിക്കറിയില്ല. ലാൽ സാറിന്റെ ഇൻട്രൊഡക്ഷനിൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ആ ടൈപ്പ് ഇൻട്രൊഡക്ഷൻ ആണ്. ശരിക്കും നമ്മൾ വെളിയിൽ നോക്കിയാൽ ശരിക്കും തിയേറ്റർ കുലുങ്ങും. ആ രീതിയിലായിരിക്കും ലാൽ സാറിന്റെ ഇൻട്രോ. ഈ ഒരു വീഡിയോയിലായിട്ട് പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലാലേട്ടന്റെ ഇൻട്രോ പുറത്തുനിന്ന് തന്നെ കാണാനാണ് ആഗ്രഹം. ആ ഒരു ഇൻട്രോ ശരിക്കും തിയേറ്റർ കുലുക്കും എന്ന് തന്നെയാണ് പുള്ളി പറയുന്നത്. ഈ ഒരു കാര്യം മാത്രമാണ് എല്ലാവരും ഷെയർ ചെയ്യുന്നതും ആളുകളിലോട്ട് എത്തിക്കുന്നതും. പക്ഷെ ഇതല്ലാതെ വേറെ ഇന്റർവ്യൂലൊക്കെ പുള്ളി പറയുന്നുണ്ട് ഇത് കംപ്ലീറ്റ്ലി ഒരു LJP ഫിലിം ആയിരിക്കും. അതിനർത്ഥം ഒരു മാസ് മസാല എന്റർടൈനർ അല്ലെന്ന് തന്നെയാണ്. പക്ഷെ അടി കാണും, നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസും ഒക്കെ ആയിരിക്കും എന്നൊക്കെ. മിക്ക ആളുകളും ഒരു മാസ് ഫിലിം എന്ന രീതിയിലാണ് വാലിബിനെ സമീപിക്കുന്നത്. പക്ഷെ സംഭവം അതല്ല. ലാലേട്ടൻ തന്നെ ഇന്റർവ്യൂ പറയുന്നുണ്ട് ഒരു പെയിന്റിംഗ് കാണുന്ന പോലെയാണ് ഈ ഒരു സിനിമ എന്ന്. ചിലവർക്ക് ഇഷ്ടപ്പെടും, കുറച്ചു പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. LJP സിനിമകൾ അങ്ങനെ തന്നെയാണല്ലോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു ടീസർ ഉണ്ടല്ലോ, ഭൂരിഭാഗം ആളുകൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഒരു നാടകീയത വരുന്നുണ്ട് എന്ന് മിക്ക ആളുകളും പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ആ ഒരു രീതി തന്നെ ആയിരിക്കും പടം മുഴുവൻ. പിന്നെ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂലായിട്ട് പറയുന്നുണ്ട് ഇതൊരു സെൻ ഫിലിം കാണുന്ന പോലെ ആയിരിക്കും എന്നൊക്കെ. എന്താണ് സെൻ ഫിലിംസ്? സെൻ ഫിലിംസ് കൂടുതലും ഇൻസ്പയർഡ് ആയിട്ടുള്ളത് ബുദ്ധിസത്തിന്റെ ഫിലോസഫിയിലും പ്രിൻസിപ്പിളിലും നിന്നാണ്. ഇത് കൂടുതലും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. ഒരാൾക്ക് കണ്ട് മനസ്സിലായ കാര്യങ്ങളായിരിക്കില്ല മറ്റൊരാൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ലാലേട്ടൻ പറഞ്ഞത് ഇതൊരു പെയിന്റിംഗ് പോലെയാണെന്ന്. പിന്നെ വിജയ് ബാബുവിന്റെ ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാല് അത് കട്ട മാസം. ഞങ്ങൾ പറയുന്ന രീതിയുണ്ട്. ഞങ്ങള് ഇരിക്കുമ്പോൾ സംസാരിക്കുന്നതായ ആ സ്ലാങ്ങിൽ പറയുമ്പോൾ ലിജോ പറയുന്ന ഒരു രീതിയുണ്ട്. ഇങ്ങനെ പൊട്ടി പറക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം ലിജോ ഉണ്ടായിരുന്നുണ്ട്. അതാണ് ഈ സാധനം. ആ മാസാണ്, ആ ലിജോ പറഞ്ഞ മാസാണ് ഈ സാധനം. അപ്പൊ എനിക്കത് എക്സ്പെക്ട് ചെയ്യാം അത് എന്തായിരിക്കും അതിനകത്ത് ലിജോ കൊണ്ടുവരുന്നെന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കട്ട മാസമായിരിക്കും. ബട്ട് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ മാസ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ലോക്കൽ മാസ് എന്ന രീതിയിൽ അങ്കമാലി നൈസായിരുന്നു എന്ന് മാത്രമല്ല പുതിയൊരു അനുഭവമായിരുന്നു പടം. അതുപോലെ സെറ്റ് ആകോണൽ പൊളിയാണ്. പിന്നെ ആളുകളൊക്കെ കുറെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ. മിക്ക ആളുകളും പ്രതീക്ഷിക്കുന്ന ഒരു പടം ആയിരിക്കില്ല വാലിബൻ. പടത്തിന്റെ ട്രെയിലറൊക്കെ വരുമ്പോൾ ഏകദേശം ധാരണ കിട്ടും. നിങ്ങൾക്ക് എന്താണ് വാലിബിനെ കുറിച്ച് പറയാനുള്ളതെന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.